24 ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും വൻ സൈബർ തട്ടിപ്പ്. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ വ്യാപാരി മുഹമ്മദ് അനസിൽ നിന്ന് 15 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലെ വ്യാജ സന്ദേശ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് പണം നഷ്ടപ്പെട്ടത്. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ ജനുവരി 31-ാം തീയതി അതോ ഫെബ്രുവരി 1-ാം തീയതിയോ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ട്രാഫിക് പോലീസിൻ്റെ ഒരു സിമ്പിൾ വെച്ചൊരു നമ്പറിൽ നിന്നും നിങ്ങൾക്ക് 3 പെറ്റിയുണ്ടെന്നും അത് ഇപ്പോൾ പേ ചെയ്യുകയാണെങ്കിൽ ഫൈൻ ഒഴിവാക്കാമെന്നും പറഞ്ഞു വന്നു. ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും എന്തിലോ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ വെഹിക്കിൾ നമ്പർ അതിനകത്ത് അടിക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് അടിക്കാൻ പറ്റുന്നില്ല. ബാങ്കിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ ആ ജിയോ നമ്പറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്നും 15,60,000 രൂപ 7-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ പ്രധാനമായിട്ട് ഫോൺ പേ വഴി ആണ് പല അക്കൗണ്ടുകളിലായിട്ട് പിൻവലിച്ചിരിക്കുന്നു. മേഘന, ഇതൊരു വൻ തട്ടിപ്പാണല്ലോ. അതായത് ഈ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പിഴ ഒടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ലിങ്ക് വരിക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരാളുടെ ദുരനുഭവമാണ് നമ്മൾ കേട്ടത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിൽ ആളെ കണ്ടെത്താനോ മറ്റോ ഈ സൈബർ സെല്ലുകളിന് സാധിക്കുമോ? എന്താണ് നിലവിലെ സാഹചര്യം? പരാതിപ്പെട്ടിട്ട് ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? ജിക്ക് വൻ സൈബർ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള വ്യാപാരി മുഹമ്മദ് അനസിന്റെ പരാതിയായി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മൊബൈൽ സിം ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പണ തട്ടിപ്പ് നടത്തിയത്. ഇത്രയും ലക്ഷങ്ങൾ 15,59,383 രൂപയാണ് ഈ വ്യാപാരിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അത് ഫോൺ ഹാക്ക് ചെയ്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരികയും ചെയ്യുന്നത്. അതിൽ ഈ ഫെബ്രുവരിയിലെ ആദ്യത്തെ ദിവസം അവിടെ ഒരു മെസ്സേജ്, ഈ വ്യാപാരിക്ക് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് വരുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിഴയുണ്ട്, അത് പിഴ അടയ്ക്കണം, അല്ലെങ്കിൽ പെറ്റി അടയ്ക്കണം, അത് പിഴ ഒഴിവാക്കി തരാം എന്നുള്ളതായിരുന്നു ഒരു മെസ്സേജ് വന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാഹന നമ്പർ രേഖപ്പെടുത്താൻ നോക്കുന്നു. പക്ഷെ അതിന് പറ്റുന്നില്ല. അതാണ് തട്ടിപ്പിന്റെ തുടക്കം എന്നുള്ളതാണ് ഈ വ്യാപാരി പറയുന്നത്. അതിനുശേഷം വിവിധ നമ്പറുകൾ പോർട്ട് ചെയ്യാനുള്ള VIയുടെ ഒരു സിമ്മും അതുപോലെ തന്നെ ജിയോയുടെ ഒരു സിമ്മുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യം VIയുടെ സിം പോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് പരാജയപ്പെടുന്നു. പിന്നീട് ഈ വ്യാപാരി വിദേശത്ത് പോയി തിരിച്ചു വന്നപ്പോഴാണ് ഈ ജിയോ നമ്പർ കട്ടായ വിവരം അറിയുന്നത്. അത് ജിയോ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അത് മറ്റൊരു എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്തു എന്നുള്ള വിവരമാണ് ഈ വ്യാപാരിയെ അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ അന്വേഷിച്ച് ഈ ജിയോ നമ്പറുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് നമ്പർ കാനറ ബാങ്കിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് 15 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി തിരിച്ചറിയുകയും ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ സൈബർ പോലീസിനും അതുപോലെ തന്നെ കിളിമാനൂർ പോലീസിനും പരാതി നൽകുകയും ചെയ്തു. പക്ഷേ ഇതുവരെ അത് ആരാണ് അല്ലെങ്കിൽ പിന്നിൽ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരി പറയുകയും ചെയ്യുന്നത്. 15,59,383 രൂപയാണ് കാനറ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വന്ന ഒരു വ്യാജ സന്ദേശമാണ്. ആ സന്ദേശത്തിൽ വ്യാപാരിക്ക് ഒരു പെറ്റി ഉണ്ടായിരുന്നു വാഹനവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അതിനൊരു ശ്രമം നടത്തുന്നത്, പിഴ ഒഴിവാക്കി ഈ പെറ്റി അടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ അത് പരാജയപ്പെടുന്നു. അവിടെ നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കം എന്നുള്ളതാണ് ഈ വ്യാപാരി പറയുകയും ചെയ്യുന്നത്. പിന്നീട് ഈ നമ്പർ അടിച്ചു കൊടുത്ത് പരാജയപ്പെട്ടപ്പോഴും അത് പിന്നീട് ഒരു ശ്രമം നടത്തിയില്ല, അത് ഒഴിവാക്കുകയായിരുന്നു തിരക്ക് മൂലം. പിന്നീട് വിദേശത്ത് പോയപ്പോഴും ഈ 2 ജിയോ നമ്പറിനും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു സംശയം തോന്നുകയും നാട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ ജിയോ നമ്പർ പോർട്ട് ചെയ്ത വിവരം അറിയുകയും ചെയ്തത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സിം, സാധാരണഗതിയിൽ നമ്മളൊരു സിം പോർട്ട് ചെയ്യണമെങ്കിൽ ബയോമെട്രിക് വിവരങ്ങളടക്കം ഉടമയിലേക്ക് എത്തേണ്ടതും ആ വിവരങ്ങൾ കൈമാറുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെയാണ് ഈ നമ്പർ പോർട്ട് ചെയ്തതെന്നടക്കമുള്ള വിവരമാണ് ഇപ്പോൾ ഈ വ്യാപാരിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു. കിളിമാനൂർ പോലീസും അതുപോലെ തന്നെ സൈബർ പോലീസുമാണ് ഇപ്പോൾ ഇതിൽ അന്വേഷണം നടക്കുന്നത്. വൻ സൈബർ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.